ലോകത്തെ തന്നെ ഏറ്റവും വലിയ കല്യാണമോ? അതാണ് മുകേഷ് അംബാനിയുടെ വീട്ടിൽ ഇനി നടക്കാൻ പോകുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കല്യാണത്തിനാണ് ഇനി സാക്ഷിയാക്കാൻ പോകുന്നത്. കേരളം കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം. ഏകദേശം 30 കോടി രൂപയാണ് ഈ കല്യാണത്തിന് ആകെ ചിലവ് എന്ന് പറയുന്നത്. എന്തിനേറെ പറയണം, ഇനി കല്യാണം കഴിക്കാനുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുൾ ആകും. ഇന്ന് ഇന്ത്യൻ ജനതയിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ വെഡ്ഡിങ്ങും അതുപോലെ തന്നെ മറ്റു എല്ലാതും ഉയർന്നു വരികയാണ്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അടുത്ത കണക്ക് നോക്കുകയാണെങ്കിൽ 2024 വരെ 20% ഓരോ കമ്പനിയും ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവാഹത്തിൻ്റെ ഡ്രസ്സായി കഴിഞ്ഞാലും അതുപോലെ തന്നെ മേക്കപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങളായിക്കോട്ടെ, ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒന്നായി ഈ കല്യാണം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനിൽ അംബാനി തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സങ്കടമെന്ന് തുറന്നു പറയുന്നത്. ഞാൻ ആസ്മ ബാധിച്ച് ഒരുപാട് വർഷങ്ങളോളം കോമയിലായിരുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഞാൻ ഏറെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ അംബാനി തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ 100 കിലോ ആണ് ഓരോ ഓരോ ദിവസവുമല്ല ഓരോ മാസവും അദ്ദേഹം കുറച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ ബർഗറും അമിതമായ ഭക്ഷണവും തിന്ന് ശീലിച്ച അദ്ദേഹം ഇന്നൊരു വലിയ തടിയനായി അല്ലെങ്കിൽ തടിച്ചൊരു മനുഷ്യനായി മാറിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒറ്റ നിമിഷങ്ങൾ കൊണ്ടാണ്. പക്ഷേ അതിനുവേണ്ട സർജറിയും എന്ത് കാര്യങ്ങളും അവർ നെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിട്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയാണ്. ഏപ്രിൽ മാസമാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം നടക്കുന്നത്. ഏകദേശം 30 കോടി രൂപയാണ് ആ കല്യാണത്തിൻ്റെ ആകെ ചിലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ എൻ്റെ